ഒപ്പം BJPയുടെ സംസ്ഥാന വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ ചേരുകയാണ്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയ ചർച്ചാ വിഷയമായി PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പല സംസ്ഥാനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണല്ലോ ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. എന്തിനാണ് ഈ കേരളത്തിൽ അനാവശ്യമായ വിവാദം, ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ? കേൾക്കാമോ? കേൾക്കാം. നോക്കൂ, എന്തുമാത്രം നിലപാടില്ലായ്മയുടെ ഉദാഹരണങ്ങളാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ എന്നുള്ളതാണ് ഈ PMC പദ്ധതി അവർക്കിടയിൽ ഉണ്ടാക്കിയ ആശയക്കുഴപ്പത്തെ സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് 36 കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിയന്ത്രിക്കുന്ന ഭരണകൂടങ്ങളുണ്ട്. 36 എണ്ണമുണ്ട്. അതിൽ കേരളം കൂടി ഒപ്പിട്ടതോട് കൂടിയിട്ട് തമിഴ്നാടും പശ്ചിമ ബംഗാളും ഒഴികെ 34 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇതിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. അവർ അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. രാജ്യമെമ്പാടുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആഗോള നിലവാരത്തിലുള്ള മത്സരാധിഷ്ഠിത സമൂഹത്തിൽ മത്സരത്തിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കുകയാണ്. അതിന്റെ ഭൗതിക ഘടനയിൽ മാറ്റം സംഭവിക്കുന്നു. വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങൾ, സ്പോർട്സ്, കല, കായികം, ലൈബ്രറി, ലബോറട്ടറി, ക്ലാസ് റൂമുകൾ, അവിടെ എത്താനുള്ള അപ്രോച്ചുകൾ, എല്ലാത്തിനും വളരെ അന്താരാഷ്ട്ര തലത്തിലുള്ള സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. അതോടൊപ്പം പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസം, കുട്ടികളിൽ കൂടുതൽ വിമർശനാത്മകമായ പഠന രീതികൾ, പ്രശ്നപരിഹാരാർത്ഥമുള്ള അവരുടെ പഠന മികവുകൾ, ഇതൊക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഉദാത്തമായ സർവ്വരാരും സ്വീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് PMC പദ്ധതി എന്ന് പറയുന്നത്. നോക്കൂ, ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് ഈ പദ്ധതിയിൽ ഒപ്പിട്ട് നടപ്പിലാക്കി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തുക കൈപ്പറ്റുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന ഗവൺമെന്റ് ആണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അവരേതാണ്ട് 790-ലധികം വിദ്യാലയങ്ങൾ ഈ തുക ഉപയോഗിച്ചുകൊണ്ട് അവർ വികസിപ്പിച്ചു കഴിഞ്ഞു. ആ അർത്ഥത്തിൽ വളരെ ഉദാത്തമായ ഒരു സമീപനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അത് സ്വീകരിക്കാൻ രാജ്യമെമ്പാടുമുള്ള സർക്കാരുകൾ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ അവരെല്ലാം സ്വീകരിക്കുകയാണ്. 2 വർഷം 2.5 വർഷം പിന്നിട്ടിരിക്കുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് ഈ കാര്യത്തിൽ അവരുടെ അലംഭാവം കൈവിടിഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി അവർ മുൻപോട്ട് വന്നിരിക്കുന്നു. ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ, ആ ബ്ലോക്കിലുള്ള മറ്റ് സ്കൂളുകൾക്ക് നേതൃത്വപരമായ പങ്ക് ഏറ്റെടുക്കുകയും അവിടെയും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ ആ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി രാജ്യത്ത് ഏതാണ്ട് 20 ലക്ഷം കുട്ടികളാണ് ഈ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഗോള നിലവാരത്തിലേക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ എത്തിക്കുക എന്നുള്ള നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട്, അത് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളുടെ പുരോഗതിയും മുന്നേറ്റവും കണ്ടുകൊണ്ട് തന്നെയാണ് അല്പം വൈകിയാണെങ്കിലും ശിവൻകുട്ടിക്കും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതൃത്വത്തിന് ഈ ഒരു തിരിച്ചറിവുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അവർ ഇന്ന് നേരിടുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധി എന്ന് പറയുന്നത് കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയാതെ കമ്മ്യൂണിസവും കോൺഗ്രസും മുന്നോട്ട് വെച്ച ദർശനങ്ങൾ പരാജയപ്പെടുകയും ആഗോളതലത്തിൽ ഭാരതത്തിന്റെ മുദ്രപ്പെടുത്തിക്കൊണ്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നേറുകയും ചെയ്യുമ്പോൾ ഈ കാലത്തിന്റെ ചുമരെഴുത്തുകളെ ഞങ്ങൾക്ക് കാണാതിരിക്കാൻ ഇനി വയ്യ. ഈ മാറ്റത്തെ ഉൾക്കൊള്ളാതെ കേരളത്തിൽ ഉൾപ്പെടെ മുന്നോട്ട് പോകാൻ വയ്യ. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ കേരളത്തിന്റെ മൂല്യച്യുതിയും വിദ്യാഭ്യാസത്തിന്റെ തകർച്ചയും മറികടക്കാൻ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ള വളരെ കൃത്യമായ തിരിച്ചറിവാണ് അതിനെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സമൂഹം, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, സാമൂഹ്യ നിരീക്ഷകന്മാർ ഇവരൊക്കെ ഇത് സ്വാഗതം ചെയ്യുമ്പോൾ കേരളത്തിന് മാത്രമായിട്ട് എങ്ങനെയാണ് മാറി നിൽക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് ഇന്ന് ഉയർത്തുന്നത്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, അത് തന്നെയാണ്. നമുക്കറിയാം, പല പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികളും കേരളത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അതിനെതിരെ പ്രതിഷേധം, അനാവശ്യമായ സമരങ്ങൾ, അത് നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് CPI എടുക്കുന്ന നിലപാടാണെങ്കിലും CPM-ന്റെ ഇരട്ടത്താപ്പ് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടേ? കാരണം CPM ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയെ എതിർക്കുക തന്നെയാണ് ചെയ്തത്. അതായത് സാമ്പത്തികം കേന്ദ്രത്തിൻ്റെത് വേണം, ഈ പദ്ധതിയുടെ ഭാഗമായാൽ മാത്രമേ അത് കിട്ടൂ എന്ന് ഉറപ്പായ പശ്ചാത്തലത്തിലാണല്ലോ സംസ്ഥാന സർക്കാരും ഈ പദ്ധതിയിൽ ഒപ്പിടാൻ തയ്യാറായത്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, നോക്കൂ, നിരന്തരം തെറ്റുകൾ ചെയ്യുകയും കേരളത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് കുമ്പസാരിക്കുകയും ചെയ്യുന്ന 2 പ്രസ്ഥാനങ്ങളാണ് CPIM-ഉം CPM-ഉം.
നോക്കൂ, കേരളത്തിലെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ലോകമാസകലം കമ്പ്യൂട്ടറിനെ സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ തൊഴിൽ തിന്നുന്ന ബഗനാണെന്ന് പറഞ്ഞ് അതിനെ തടസ്സപ്പെടുത്തിയതിന്റെ പ്രതിഫലം എന്താണ്? അതിന്റെ പ്രതിക്രിയകൾ എന്താണ് ഉണ്ടായത്? കേരളത്തിന് അർഹതപ്പെട്ട വിദ്യാഭ്യാസ രംഗത്ത്, കമ്പ്യൂട്ടർ രംഗത്ത് അഭ്യസ്തവിദ്യരായ തൊഴിലുള്ള ചെറുപ്പക്കാരുടെ കഴിവുപയോഗിച്ചുകൊണ്ട് കേരളത്തിന് വളരാനും വികസിപ്പിക്കാനുമുള്ള അവസരമാണ് ഇവർ നിഷേധിച്ചത്. AKG സെന്ററിൽ വരെ ഇന്ന് കമ്പ്യൂട്ടർ സ്ഥാപിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടറിനെ എതിർത്തവർക്ക് കുറ്റബോധം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ട്രാക്ടറും കൊയ്ത്ത് യന്ത്രവും മെതിയന്ത്രവും ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികൾ കേരളത്തിൽ വന്നപ്പോഴും ഈ രംഗത്തൊക്കെ യന്ത്രവൽക്കരണവും ആധുനികവൽക്കരണവും വന്നപ്പോൾ തടസ്സപ്പെടുത്തിയ രണ്ട് മുന്നണികളെ, രണ്ട് കക്ഷികളാണ് ഈ രണ്ടു കൂട്ടരും. CPI ആയാലും CPM ആയാലും. CPIയുടെ നിലപാട് തകർച്ചയെ കുറിച്ച് നമുക്കറിയാമല്ലോ. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടങ്ങളിൽ അവർ അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു. രാജ്യത്തെ ഭരണഘടന പിച്ച് ചെയ്യുന്നതാൻ, രാജ്യത്തെ ഭരണഘടനയെ കാറ്റിൽ പറത്താൻ, ജനാധിപത്യ അവകാശങ്ങളെ തകർക്കാൻ, കോടതികളിൽ പോലും ചോദ്യം ചെയ്യാൻ വയ്യാത്ത രൂപത്തിൽ ജനാധിപത്യം മൃതപ്രായമായപ്പോൾ കോൺഗ്രസിന്റെ അകത്തളങ്ങളിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയായിരുന്നു കോൺഗ്രസിനെ ഇതേ CPI. അവർക്ക് കുറ്റബോധം ഉണ്ടായിട്ടുണ്ടോ? ഇത് തന്നെയല്ലേ CPMന്റെയും അവസ്ഥ? ഈ രണ്ട് ശക്തികളും കേരളത്തിന്റെ ഒരു 100 വർഷം പുറകിലേക്ക് നയിക്കാൻ ഇവർക്ക് സാധിച്ചു. കേരളത്തിലെ ഇന്നുണ്ടായ ദുരവസ്ഥയ്ക്ക് മുഴുവൻ കാരണം ഈ രണ്ട് മുന്നണികളുമാണ് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കാര്യങ്ങൾ ഇനി മൈൻഡ് ചെയ്യേണ്ടതില്ല. CPI എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രവും അതിന്റെ വക്താക്കളുമാണ്. ആത്മാർത്ഥതയുള്ളവരല്ല. അവരെ അതുകൊണ്ട് തന്നെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ചിന്താഗതിയാണ്. ഇത് മാത്രമാണോ? നോക്കൂ, കേരളത്തിലെ ആരോഗ്യരംഗം, രണ്ട് വെല്ലുവിളികൾ നേരിടുന്ന രണ്ട് രംഗങ്ങളാണ് കേരളത്തിലെ ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിനോട് കിടപിടിക്കുന്ന ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമുള്ള നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. നോക്കൂ, കേരളത്തിലെ 4 വിമാനത്താവളങ്ങൾ കഴിവുള്ള കേരളത്തിലെ കുട്ടികൾക്ക് രക്ഷപ്പെടാനുള്ള വാതായനങ്ങളായി, പഴുതുകളായി മാറിയിരിക്കുന്നു. ഇത് തന്നെയല്ലേ ആരോഗ്യ രംഗത്തുണ്ടായ അവസ്ഥ? ആരോഗ്യ രംഗത്ത് സർക്കാർ മെഡിക്കൽ കോളേജുകൾ തകർന്നടിയുന്നു. സർക്കാർ മെഡിക്കൽ കോളേജുകൾ മരുന്ന് ലഭ്യമല്ല, കഴിവുള്ള ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞു, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ പ്രോജക്റ്റിൽ കേരളം ചേരുകയാണെങ്കിൽ കേരളത്തിലെ ആരോഗ്യ രംഗത്തിന് മികവുറ്റ നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിയുമായിരുന്നു. വളരെ വൈകിയല്ലേ കേരളത്തിന് ബുദ്ധി ഉദിച്ചത്? അവസാനം അതും പ്രത്യയശാസ്ത്രം ചുരുട്ടി മടക്കി 4 പോക്കറ്റിൽ വെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനമാണ് ഇന്ന് ശാശ്വതമായിട്ടുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ആയുർ മന്ദിർ എന്ന ബോർഡ് വെക്കാനുള്ള വിസമ്മതത്തിൽ പിന്മാറിയിട്ട് അവർ വെച്ചു. ഞാൻ ചോദിക്കട്ടെ, ആ ബോർഡ് വെച്ചത് കൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നടിഞ്ഞു പോയോ? കേരളത്തിൽ നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കണമെന്ന് അതൊരു പച്ച കള്ളത്തരമാണ് എന്നുള്ള വാർത്ത. ഈ ആരോഗ്യ മന്ദിർ എന്ന പേര് വെച്ചാൽ കേരളം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞവർക്ക് എന്ത് ഉത്തരവാണുള്ളത്? അത് തന്നെയല്ലേ PMC പദ്ധതി? ആഗോള നിലവാരത്തിലുള്ള കേരളത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ, പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കാൻ അവസരം കിട്ടാത്ത പാവം കുട്ടികൾക്ക് ആഗോള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ ലോകത്തിന്റെ മുൻപിൽ നെഞ്ചു വിറ്റ് നിൽക്കാൻ അവസരം നിഷേധിച്ചവർ മുമ്പോട്ടേക്കുന്നതല്ലേ? ഒന്നും കൂടി ഉണ്ട് ഈ കാര്യത്തിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, 70 വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധരായ പാവപ്പെട്ട രോഗത്തിന്റെ പിടിയിൽ വരുന്ന, ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ആയുഷ്മാൻ ഭാരതിന്റെ മറ്റൊരു വകഭേദമായിരിക്കുന്ന വയോമിത്ര പദ്ധതി കേരളം മാത്രം നടപ്പിലാക്കുന്നില്ല. നോക്കൂ, 70 വയസ്സ് കഴിഞ്ഞ് രോഗത്തോട് പടവെട്ടുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന് പാവപ്പെട്ട വയോവൃദ്ധന്മാരുണ്ട് കേരളത്തിൽ. ആ പദ്ധതിയിൽ നിന്നും ഒളിച്ചോടുന്നതും മറ്റൊരു കേരളത്തോട് കാണിക്കുന്ന ശാപമല്ല, അവർ കാണിക്കുന്ന കുറ്റമല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇടത് വലത് മുന്നണികൾ അക്ഷരാർത്ഥത്തിൽ അവരുടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യവും നിശ്ചയദാർഢ്യമില്ലാത്ത ആശയ പാപ്പരത്വവും വരട്ടുവാദവും വെച്ചുകൊണ്ട് കേരളത്തിന്റെ തകർച്ചയെ തടയുകയാണ്. ഏതായാലും വളരെ വൈകിട്ടെങ്കിലും സാഷ്ടാംഗ പ്രണാമം നടത്തി കാല് പിടിച്ച് കേരളത്തോട് ചെയ്ത പാപക്കറ കഴുകിക്കളയാൻ മോദിയുടെ കാല് പിടിച്ച് ഇടതുപക്ഷവും ഇവരും ഒപ്പിടുമ്പോൾ നമുക്ക് കേരളത്തിന്റെ മുന്നോട്ടുള്ള ഭാവിക്ക് BJPയും നരേന്ദ്രമോദിയും മാത്രമാണ് ഇനി ശരണം എന്നുള്ളത് ഇവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജയചന്ദ്രൻ മാസ്റ്റർ അങ്ങ് ഒന്ന് തുടരുക. ഇപ്പോൾ ഈ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം. CPIയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ യോഗത്തിന് എത്തുന്ന ഘട്ടത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. എല്ലാം ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഒരു മുന്നണി, അതും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല. മുന്നണി പോകേണ്ട വഴി ഇതല്ല. അതെല്ലാം കമ്മിറ്റി കൂടുന്നുണ്ട് 12:30 മണിക്ക്. അതിനുശേഷം കാണാം.
ഈ യോഗത്തിന് ശേഷം 12:30 CPIയുടെ നിലപാട് വിശദീകരിക്കുമെന്നാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. മന്ത്രിസഭയുടെ ഭാഗമാകില്ലെന്നും CPMന്റെ മന്ത്രിമാർ രാജിവെച്ച് പുറത്തു പോകണം തുടങ്ങിയ വിമർശനങ്ങൾ CPI ഇന്നലെ മുതൽ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നു. 12:30 നിലപാട് വിശദീകരിക്കുമെന്ന് ബിനോയ് വിശ്വം പറയുകയാണ്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഒരു ചോദ്യമുള്ളത്, ഈ CPMും CPIയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്നത് ഇതൊരു കാവ്യവൽക്കരണം എന്ന നിലയിലാണ്. അതായത് 2021 കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണ് PM ശ്രീ എന്നും അതിനാൽ ഈ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ കാവ്യവൽക്കരണ പരിപാടികൾ കേരളത്തിൽ നടപ്പാക്കും തുടങ്ങിയ വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഈ കൂട്ടർ ഉന്നയിക്കുന്നത്. NEPയുടെ ഭാഗമാണ് SSA നടപ്പിലാക്കുന്ന ഈ PMC പദ്ധതി എന്നുള്ളത് ഒരു പച്ച യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് മുന്നോട്ട് വെക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഇവർ മുന്നോട്ട് വെക്കുന്ന കാവ്യവൽക്കരണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആഗോള മത്സരാധിഷ്ഠിത സമൂഹത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളെ സാർവദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതാണോ കാവ്യവൽക്കരണം? അതാണ് കാവ്യവൽക്കരണമെങ്കിൽ കേരളം അതിനെ ചെയ്തിരിക്കുന്നു. കേരളം മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ 34 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സ്വീകരിച്ചു കഴിഞ്ഞു, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് ഹരിയാന സ്വീകരിച്ചു കഴിഞ്ഞു, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന സ്വീകരിച്ചു കഴിഞ്ഞു, ഇടതുപക്ഷ പ്രാമുഖ്യമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ലോകത്ത് അവശേഷിക്കുന്ന, ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാരുള്ള കേരളവും ഈ യാഥാർത്ഥ്യത്തിന്റെ വഴിയെ പോകാനായി. ഞാൻ ചോദിക്കട്ടെ, ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോത്സാഹിപ്പിക്കുന്നതാണോ കാവ്യവൽക്കരണം? മത്സരാധിഷ്ഠിത സമൂഹത്തിലുള്ള യുക്തിസഹമായ ചിന്താധാരയെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ കാവ്യവൽക്കരണം? എന്താ ഇതിനപ്പുറത്തേക്കുള്ള പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് അഥവാ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കാലികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെയും സമൂഹത്തിന്റെയും മുന്നിലുള്ള സകലമായ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതാണോ കാവ്യവൽക്കരണം? ഇതിനപ്പുറത്തേക്ക് ഇത് പാടി തഴമ്പിച്ച് അവർക്ക് തന്നെ ബോധ്യമുള്ള, എതിർക്കാൻ ഒന്നുമില്ലാത്തവന്റെ വായിൽ ഉയർന്നു വരുന്ന കേവലം പദപ്രയോഗങ്ങൾ മാത്രമല്ല ഇവരൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്ത് ഓട് പൊളിച്ച് അകത്ത് കയറിയ സർക്കാരല്ല നരേന്ദ്രമോദിയുടെ സർക്കാർ. ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ മുമ്പാകെ നയങ്ങളും പരിപാടികളും കൃത്യമായ അജണ്ടകളും മുന്നോട്ട് വെച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾ ഇത് നടപ്പിലാക്കാം, നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ ഇന്ത്യ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും വലിച്ചെറിഞ്ഞു. മാത്രമല്ല, ഒരു സർക്കാരിന്റെ പ്രാഥമികമായ ചുമതല എന്താണ്? ഗവൺമെന്റിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം പാലിക്കുകയല്ലേ? ജനങ്ങൾ കൊടുത്ത വാഗ്ദാനം പാലിക്കുകയല്ലേ? വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, കാർഷിക രംഗത്ത്, ദേശീയ രംഗത്ത്, ഭീകരവാദ നിലപാടുകളിൽ, ഈ തരം കാര്യങ്ങളിലൊക്കെ BJP മുന്നോട്ട് വെച്ച ആശയത്തിന്റെ സ്വീകാര്യതയാണ് ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായ വിജയം എന്ന് പറയുന്നത്. അത് നിറവേറ്റലല്ലേ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പരമപ്രധാനമായ കർത്തവ്യം? മറിച്ച് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പോലെ ജനങ്ങൾക്ക് മുമ്പാകെ വാഗ്ദാനങ്ങൾ നൽകുക, വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കുക, ഉളുപ്പില്ലാതെ വീണ്ടും വീണ്ടും തോൽക്കാൻ വിധിക്കപ്പെടുക. ഇവിടെ ഇതാ BJP ആശയങ്ങൾ മുന്നോട്ട് വെച്ചു, ഗവൺമെന്റിന് മുമ്പാകെ നിരത്തി, ഗവൺമെന്റും ജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടു, ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നു. ആധുനിക സമൂഹത്തിലെ മത്സരാധിഷ്ഠിതമായ ഒരു സമൂഹത്തില് നെഞ്ചുയർത്തി നിൽക്കാൻ തങ്ങളുടെ കുട്ടികളെ പ്രാപ്തമാക്കുന്നതിന് പരമ്പരാഗത രീതിയിലുള്ള കേരളത്തിലെ വിദ്യാഭ്യാസം പരാജയപ്പെട്ടു. ഒന്നുകൂടി ഞാൻ പറയും, കേരളത്തിലെ കാലിക്കറ്റ്, കൊച്ചിൻ, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. കാലിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സർവകലാശാലകളിലെയും 1/3 ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കേരളത്തിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ ചേരാൻ കുട്ടികളില്ല. കാരണം അവർ കേരളത്തിന്റെ പുറത്തേക്ക് പോകുന്നതിന്റെ കാരണം എന്താണ്? കേരളത്തിന് പുറത്തേക്ക് അവർ ഒളിച്ചോടാനുള്ള പാതാളങ്ങളായി മാറുന്നത് എന്തുകൊണ്ടാണ്? അവർക്കൊരു കാര്യം മനസ്സിലായി, ഇന്നത്തെ സമൂഹത്തിൽ കേരളത്തിലെ ഇടതും വലതും മുന്നോട്ട് വയ്ക്കുന്ന ഈ രീതി അവരുടെ ഭാവി ജീവിതത്തിന് പര്യാപ്തമാണ്, അവർക്ക് ജീവിതം കെട്ടിപ്പടുക്കുന്ന തടസ്സമാണ്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടികൾ കേരളത്തിൽ തന്നെ പഠിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിക്കണ്ടേ? കേരളം തന്നെ മികച്ച സംസ്ഥാനമായി മാറേണ്ടേ? കേരളത്തിൽ അഭ്യസ്ത വിദ്യരും നല്ല ബുദ്ധിശക്തിയുമുള്ള, ഒരുപക്ഷെ ആഗോള മത്സരത്തിൽ യൂറോപ്യൻ രാജ്യത്തോട് കിടപിടിക്കുന്ന ബുദ്ധിശക്തിയുള്ള ബ്രെയിൻ ഡ്രെയിനാണ് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഈ ഒളിച്ചു പോകുന്ന അല്ലെങ്കിൽ കേരളം വിടുന്ന കുട്ടികൾ തിരിച്ച് കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ അവരുടെ ബുദ്ധിശക്തി ഉപയോഗിക്കുകയും കേരളത്തിലെ ഭാവി തലമുറയ്ക്ക് ശോഭനമായ ഒരു ഭാവിയും കെട്ടിപ്പടുക്കാനുള്ള ഈ വിപ്ലവാത്മകമായ കാര്യങ്ങളിലൂടെ കണ്ടില്ലെന്ന് നടിക്കാൻ കേരളത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്നതിന്റെ സൂചനയാണ്
ഈ മുന്നേറ്റവും ഇടതുപക്ഷം ഇത് സ്വീകരിക്കാൻ നിർബന്ധിതമാകും. ആ മുന്നേറ്റത്തില് ഇടതുപക്ഷത്തിലെ CPI എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ 100-ൽ ഒരാൾക്ക് പോലും അല്ലെങ്കിൽ 1000-ൽ ഒരാളുടെ പോലും പിന്തുണയില്ലാത്ത, ഞാൻ മനസ്സിലാക്കുന്നത് 0.1% വോട്ടാണ് അവർക്കുള്ളത് എന്ന് പറഞ്ഞാൽ 1000-ൽ ഒരാൾ പോലും പിന്തുണയ്ക്കാത്ത ഇന്ത്യയിൽ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ജനം വലിച്ചെറിഞ്ഞ ഇവരെ ആരാണ് മൈൻഡ് ചെയ്യുന്നത്? ഇടതുപക്ഷം പോലും അവരെ മൈൻഡ് ചെയ്യുന്നില്ല. 12:30 ഇദ്ദേഹം എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. സാഷ്ടാംഗം പറഞ്ഞ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ മാപ്പപേക്ഷ, മോദിയോടുള്ള സ്വീകാര്യത, ഇത് കേരളത്തിൽ വലിയ ആത്മവിശ്വാസമാണ് ദേശീയ ജനതയ്ക്ക് നൽകുന്നത്. വളരെ നന്ദി ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഈ ഘട്ടത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി.